പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരുപാടധികം കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ എന്തായാലും കോളേജ് ചൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്തായാലും ചൂസ് ചെയ്യണം. ഒരുപാടധികം കുട്ടികൾക്ക് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ആയിരിക്കും. കുറച്ച് പേർക്ക് ലൈഫ് എത്രയും വേഗം സെറ്റിൽ ആവണം എന്നുള്ളതും, കുറച്ച് പേർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, ഓക്കെ, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവാം. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കോളേജ് ലൈഫ് എന്തായാലും ചൂസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, കോളേജ് ലൈഫ് എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ്സും എൻജോയ്മെൻ്റ് ഒക്കെ തരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതൊരു ഫസ്റ്റ് ഓപ്ഷനാണ്. അതുകൂടാതെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരുപാടധികം ലെസൺസും കുറേ അധികം അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മിസ്സാക്കുന്ന ഒന്നാവരുത്. നമ്മൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം ഇപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സെറ്റ് ചെയ്യുന്നതിലും വേറെ കരിയർ ഓപ്ഷൻസും കാര്യങ്ങളും നോക്കി അതിൻ്റെ ബാക്കിൽ ഓടി ഇങ്ങനെ ബിസി ആക്കി വെക്കാതെ ഒന്ന് ഹാപ്പി ആയിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ പോവുക. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഹോസ്റ്റൽ ജീവിതം, കോളേജ് ലൈഫ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. വീട്ടിലെ സുഖവാസമൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് ഹോസ്റ്റലിലേക്കും കോളേജിലേക്കൊക്കെ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പുള്ള വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇതൊക്കെ. ഇനി ഒരുപാടധികം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ അങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസിഷൻ തന്നെ ചൂസ് ചെയ്യുക. പിന്നീട് അത് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്ന ഒരു ചാൻസ് ഉണ്ടാക്കരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.